പാണക്കാട് തങ്ങൾ ഇപ്പോൾ KPC ആസ്ഥാനത്തേക്ക് എത്തുന്നു. ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി ജോസഫ് ഇപ്പോൾ അവിടെ എത്തി മടങ്ങുന്നു. ഇപ്പോൾ ഈ ലീഗുമായി ബന്ധപ്പെട്ട് അവരുടെ 5 മന്ത്രിമാരുടെ ഏറെക്കുറെ തീരുമാനമാകുമ്പോൾ അത് അവതരിപ്പിക്കാനാണ് ഇപ്പോൾ KPC ആസ്ഥാനത്തേക്ക് പാണക്കാട് സാദിഖലി തങ്ങൾ എത്തുന്നത്. എന്താണ് അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, PK കുഞ്ഞാലിക്കുട്ടി, മുനീർ സാഹിബ്, PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കളാണ്, മുസ്ലിം ലീഗ് നേതാക്കളാണ് അല്പസമയം മുമ്പ് KPCC ആസ്ഥാനത്തേക്ക് എത്തിയത്. കാരണം ആദ്യഘട്ടത്തിൽ VD സതീശന്റെയും ദീപാദാസ് മുൻഷിയുടെയും സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നിയുക്ത മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങിക്കൊണ്ട് അന്യ നീക്കവുമായി KC വേണുഗോപാലിന്റെ രമേശ് ചെന്നിത്തലയും കണ്ടു. ഇതിനുശേഷമാണ് ഇവർ രണ്ടുപേരുടെയും അവകാശവാദങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് അത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭാ രൂപീകരണ പട്ടിക തയ്യാറാക്കുന്നതിന് നീക്കങ്ങളിലേക്ക് നടന്നത്. ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ദീപാദാസ് മുൻഷി, AICCയുടെ സംഘടനാ ചുമതലയുള്ള കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോടൊപ്പം ഇരുന്ന് ഈ പട്ടികകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ഇതിനൊരു അനിശ്ചിതത്വം വന്നുകൊണ്ട് ഈ ഘടകകക്ഷികളുടെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീറ്റ് ചർച്ചകളിൽ വീണ്ടും ഒരു അനിശ്ചിതത്വം വന്നത്. പ്രത്യേകിച്ച് PJ ജോസഫ് അദ്ദേഹത്തിന്റെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങൾക്ക് നിലവിൽ UDF നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ്. പക്ഷേ തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ഒരു ആവശ്യവുമായി അവർ ഉന്നയിച്ചു നിൽക്കുക. അത് മാത്രമല്ല മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് അതിലും വ്യക്തമായ ഒരു കാരണമുണ്ട്. കാരണം മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനമാണ് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഈ രമേശ് ചെന്നിത്തല ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന 3 ആവശ്യങ്ങളിൽ ഒന്ന് അൻവർ സാദത്തിനെ കൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അങ്ങനെ അൻവർ സാദത്തിനെ കൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ലീഗിന് നൽകിയിരിക്കുന്ന 5 സീറ്റ് എന്നുള്ളത് 4 ചുരുങ്ങുന്ന ഒരു അവസ്ഥ കൂടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലീഗ് നേതാക്കൾ തന്നെ ഇപ്പോൾ നേരിട്ട് KPCC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഘടകകക്ഷി നേരത്തെ RSPയുടെ നേതാക്കളൊക്കെ ചർച്ച നടത്തി അവർ തിരികെ ഇറങ്ങിയത്. എന്തായാലും RSP നേതാക്കൾ ചർച്ച നടത്തിയ ശേഷം അവർ ഹാപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് KPCC ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയത്. ഷിബു ബേബി ജോൺ പറഞ്ഞത് അദ്ദേഹത്തിനാണ് എന്തായാലും മന്ത്രിസ്ഥാനമുള്ളത്. ഏത് വകുപ്പാണെന്നുള്ള കാര്യം ഇന്ന് രാത്രിയോടുകൂടി തന്നെ ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ വ്യക്തമാകുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന ചർച്ചയിൽ പല ഘടകകക്ഷികളും ഇപ്പോൾ സന്തുഷ്ടരാണ്. അങ്ങനെ പലരും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആശങ്കയിൽ നിലനിൽക്കുന്നത് PJ ജോസഫിന്റെ കാര്യവും അതുപോലെ മുസ്ലിം ലീഗിന്റെ ഈ 4 സീറ്റ് എന്നുള്ള കാര്യമാണ്. 5 സീറ്റാണ്. പക്ഷേ അൻവർ സാദത്ത് കൂടി മന്ത്രിസഭയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് 4 സീറ്റായി ചുരുങ്ങും. അത്തരം കാര്യങ്ങൾ കൂടിയാണ് ഇനി ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. മറ്റൊന്ന് എന്ന് പറയുന്നത് അനൂപ് ജേക്കബിന്റെയും മാണി സി കാപ്പന്റെയും സീറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇവർക്ക് 2 പേർക്കും എന്തായാലും ഫുൾ ടൈം വ്യവസ്ഥയിൽ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരെ 2 പേരെയും ടേം വ്യവസ്ഥയിൽ, അതായത് 2.5 വർഷം വീതമാക്കിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ 2.5 വർഷം വീതം 2 പേരെ കൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതകൾ കൂടിയുണ്ട്. ഇതിൽ ഘടകകക്ഷികളിൽ ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉറപ്പായിരിക്കുന്നത് ഷിബു ബേബി ജോണിനും അതുപോലെ CP ജോണിനുമാണ്. മുഴുവൻ ടൈമായി 5 വർഷം വീതമുള്ള 2 മന്ത്രിസ്ഥാനങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാലും വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം അവർക്ക് ഇതുവരെയും എടുക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യോഗമാണ് അന്തിമമായ യോഗം. ഇതിനുശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു പട്ടിക തയ്യാറാക്കുക. ആ പട്ടിക ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ സാധിക്കും. ആ പട്ടിക ഹൈക്കമാൻഡിന് നൽകി ഹൈക്കമാൻഡ് നാളെ രാവിലെയോടുകൂടി തന്നെ അതിന് അംഗീകാരം നൽകുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് തന്നെ ഗവർണർക്ക് ഈ പട്ടിക നൽകുകയും ചെയ്യും. കാരണം നാളെ വൈകുന്നേരം 3 മണിയോട് കൂടിയാണ് ഗവർണർക്ക് ഈ മന്ത്രിമാരുടെ ആരൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് സംബന്ധിച്ചിട്ടുള്ള ലിസ്റ്റ് നാളെ ഗവർണറിന് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ രാത്രിയോടുകൂടി തന്നെ ഈ പട്ടിക ഈ KPCC ആസ്ഥാനത്ത് വെച്ച് അതിനൊരു അന്തിമമായ രൂപം ലഭിക്കും. അത് ഹൈക്കമാൻഡിന് നൽകി ഹൈക്കമാൻഡ് കൂടി അംഗീകരിച്ചാൽ മാത്രമാണ് നാളെ ഈ പട്ടിക ഗവർണർക്ക് നൽകാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ നിലവിൽ അനിശ്ചിതത്വത്തിൽ തുടർന്നത് PJ ജോസഫിന്റെ ഈ 2 മന്ത്രിസ്ഥാനം എന്നുള്ള ആവശ്യവും അതുപോലെ മുസ്ലിം ലീഗിന്റെ 5 സീറ്റ് എന്നുള്ളത് അൻവർ സാദത്ത് കൂടി മന്ത്രിസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് 4 ചുരുങ്ങും. ആ ഒരു പ്രശ്നം കൂടി മാത്രമാണ് ഇപ്പോൾ പരിഹരിക്കാനുള്ളത്. ഇതിന് കൂടി ഒരു രമ്യമായ പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ തന്നെ ഈ അവസാന പട്ടിക, മന്ത്രിസഭാ പട്ടിക എന്നുള്ളത് ഇവിടെ തന്നെ തീരുമാനം എത്താൻ സാധിക്കുകയും ചെയ്യും. ഗോപികൃഷ്ണൻ, എന്തായാലും ഘടകകക്ഷികളുടെ അവരവരുടെ പാർട്ടികളുടെ നേതൃയോഗങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവരുടെ പട്ടികയുമായി KPCC ആസ്ഥാനത്ത് എത്തിക്കൊണ്ടിരുന്ന ഏറ്റവും ഒടുക്കം PK കുഞ്ഞാലിക്കുട്ടി എത്തിയിരിക്കുന്നു. 5 മന്ത്രിമാരുടെ പേരുകൾ അത് കാണിച്ചുകൊണ്ടാണ്, ആ പേരുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ്, ആ പേരുകൾ അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി എത്തിയിരിക്കുന്നത്. അതേസമയം 4 സീറ്റുകളിലേക്ക് ചുരുക്കേണ്ടി വരുമെന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ ലീഗിന് മുമ്പിലുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും തുടർ ചർച്ചകൾ ഉണ്ടാകും. തിരക്കിട്ട ചർച്ചകൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.